എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഇന്നലെ KDRB ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, റിസർവേഷൻ, എക്സ്പീരിയൻസ്, അങ്ങനെ റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഇന്നലെ വിട്ടിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 10 അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒന്ന്, നമ്മുടെ ഒരുപാട് കുട്ടികൾ, സൂപ്പർ നോട്ട്സിന്റെ ഒത്തിരി കുട്ടികൾ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം അതിനകത്ത്. രണ്ടാമത്തേത്, KDRB കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ. സാധാരണ ഇങ്ങനെയല്ല, പക്ഷെ ഓണമായിട്ട് പോലും അവർ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യുന്നു. KDRB ഒരുപാട് വിമർശിച്ച ഒരാളാണ് ഞാൻ, പക്ഷെ ഈ ചെയ്ത കാര്യം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 10 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KDRBയെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ KDRBയുടെ ഓഫീസിൽ പോയി അന്വേഷിച്ചാലും മതിയാവും. അപ്പോൾ ഇനി അങ്ങോട്ട് അടുത്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം നിയമനമാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിനകത്തൊക്കെ എന്താ പറയുക, നിയമനം മൊത്തം ഫില്ലാവും. എനിക്ക് തോന്നുന്നു നിലവിൽ 151 152 അത്രയും നിയമനങ്ങളാണ്, അത്രയും വേക്കൻസിയാണ് നിലവിൽ ഒഴിവുള്ളത്. അതായത് ആകെ അത്രയും പോസ്റ്റുകളാണ് LD ക്ലർക്കായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത്. അത് ഫുള്ള് ഫില്ലാവാനുണ്ട്. കാര്യം കഴിഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും പ്രൊമോഷൻ കിട്ടി മേളിലോട്ട് പോയിട്ടുണ്ട്. UD ക്ലർക്കായിട്ടും അടുത്ത പോസ്റ്റിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അത്രയും വേക്കൻസി നിയമനം ഒഴിവുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ അത്രയും ആൾക്കാർക്ക് നിയമനം കിട്ടും. ഓക്കെ, ഒരു ബൾക്കായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഒരു 2 മാസത്തിനകത്ത് വെച്ച് നമുക്ക് ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ അടുത്തൊരു ഡൗട്ട് വരും, ഇപ്പോൾ ഒരു കേസൊക്കെ നടക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് നിയമനമൊക്കെ നടക്കും. അപ്പോൾ കേസ് ഉള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേസ് ഉള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡ് OA, അതേപോലെ തന്നെ ആ പരീക്ഷകളിൽ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഈ മാസം 11 ഓഗസ്റ്റ് 11 ജഡ്ജ് അപ്പിയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത 21 ഡേറ്റ് മാറ്റിയായിരുന്നു. അത് അങ്ങനെ നീണ്ടു പോകുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡൗട്ട് വരാൻ സാധ്യത ഇതാണ്, അപ്പോൾ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ബാധിക്കത്തില്ല. അതായത് നിലവിലെ കേസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഹൈക്കോടതി ഉത്തരവിട്ടേക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് എക്സാം നടത്താനും അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചലഞ്ചിങ് കേസും ബാക്കിയെല്ലാം നടക്കുന്നത്. ഇത് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള ദേവസ്വം ബോർഡുകളൊന്നും ബാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ KDRB വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സോ ഒരു 2 മാസത്തിന് നിങ്ങളുടെ നിയമനമൊക്കെ പ്രതീക്ഷിക്കാം. ഒരുപാട് സന്തോഷം കേട്ടോ. അതായത് എനിക്ക് ഉറപ്പാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ കുട്ടികളൊന്നും തന്നെ മനസ്സമാധാനത്തോടെ മുമ്പോട്ട് പോയിട്ടില്ല. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് വീണ്ടും കേസ് ആയിക്കോട്ടെ, ഓരോ ദിവസം ആ പ്രശ്നങ്ങളിലെല്ലാം എന്താ പറയുക, കുട്ടികൾ അതൊക്കെ മാറ്റിവെച്ച് കുട്ടികൾ നന്നായിട്ടിരുന്ന് പഠിച്ചു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, അതിൻ്റെ റിസൾട്ട് വന്നു. അവരെല്ലാം ആ റാങ്ക് ലിസ്റ്റിനകത്തുണ്ട്. അവരുടെ എഫേർട്ടിനൊക്കെ തിരിച്ച് ഒരു റീപേ കിട്ടിയ മൊമെന്റ്. അപ്പോൾ ഇനി നിങ്ങൾ സ്വപ്നം കാണുക, 2 മാസത്തിനകത്ത് നിങ്ങളുടെ സർവീസിലേക്ക് കയറാൻ പോവുകയാണ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ലവ് യു. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. അപ്പോൾ ആരെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ്സ് മൊത്തം അപ്ലോഡ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KDRBയെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഉണ്ട്. ആദ്യം ഒന്ന് വിളിച്ചാൽ കിട്ടത്തില്ല, 2 തവണ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, അവർ ഫോൺ എടുക്കും. അതേപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരിട്ട് പോയി ഓഫീസിൽ അന്വേഷിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.